കോവിഡ് ഇടയ്ക്ക് മുന്നേ മലയാളികൾക്കിടയിൽ ഏറ്റവും ട്രോൾ മെറ്റീരിയലായി മാറിയ ഒരു തെലുങ്ക് നടനുണ്ടെങ്കിൽ അത് ബാലയ്യായിരുന്നു. എന്നാൽ 2020 ശേഷമുള്ള ഇദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും നല്ല കണ്ടന്റ് ഓറിയന്റഡ് ആണ്. അതുകൊണ്ട് തന്നെ സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ വിജയമായി മാറി. അത്യാവശ്യം നല്ല രീതിയിൽ ക്യാരക്ടർ പിടിച്ചാണ് പുള്ളിക്കാരൻ സിനിമകൾ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ബാലയ്യയുടെ കരിയറിന്റെ ആ ഒരു മാറ്റത്തെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ സമയം മറ്റും കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാലയ്യയുടെ സിനിമ ഏതാണെന്ന് കൂടി ഒന്ന് കമന്റ് ഇട്ടേക്കണേ. സിനിമ ഫാക്ട്സ് മലയാളം സിനിമയെക്കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. കോവിഡ് ഇടയ്ക്ക് മുന്നേ ഉള്ള മിക്ക ബാലയ്യ സിനിമകളിലുള്ള കാര്യങ്ങളാണ് ലോജിക്കില്ലാത്ത ഫൈറ്റ് സീനുകളും ലോജിക്കില്ലാത്ത ക്രിഞ്ച് റൊമാൻറ്റിക് സീനുകളും. ചെയ്തു വെച്ച ഭൂരിഭാഗം സിനിമകളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ പകുതിക്ക് താഴെ പ്രായമുള്ള നായികമാരായിരിക്കും അദ്ദേഹത്തിനൊപ്പം ഉള്ളത്. ഇവയിൽ 2017 ഇറങ്ങിയ പൈസ വസൂൽ എന്ന സിനിമയൊക്കെ അവിടുത്തെ ഫേമസ് ഡയറക്ടറായ പൂരി ജഗന്നാഥ് ആയിരുന്നു എഴുതിയിരുന്നത്. എന്നിട്ട് പോലും ഈ സിനിമയിലുള്ള നന്ദമുരി ബാലകൃഷ്ണ ശ്രീയാചാൻ കോംബോ ഒക്കെ വലിയ രീതിയിൽ ട്രോൾ കിട്ടിയ സിനിമകളായിരുന്നു. ഈ സിനിമയിൽ ഒരു സീനിൽ പോലും ഇവർ തമ്മിലുള്ള കോമ്പിനേഷനുകൾ ഒന്നും വർക്കായിട്ടില്ല. കോവിഡ് ഇടയ്ക്ക് ശേഷം ഇതേപോലെ തന്നെ ബാലയ്യ സിനിമകളിൽ ഒരു ലോജിക് ഇല്ലാത്ത നായകൻ കോംബോ സീനുകളൊക്കെ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് വീരസിംഹ റെഡ്ഡി എന്ന സിനിമയിൽ ഹണി റോസ് ആയിരുന്നു ബാലയ്യക്ക് പേരായി വന്നത്. എന്നാൽ പോലും ആവക സീനുകളെല്ലാം ലെങ്ത് കുറച്ചാണ് സിനിമകളിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമകളിലെല്ലാം തന്നെ ഇത്തരം ക്രിഞ്ച് റൊമാൻസുകൾക്ക് പുറമെ അത്യാവശ്യം നല്ല സ്വാഗ്ലി സ്റ്റൈലും ബാലയ്യയെ അവതരിപ്പിക്കാനും സംവിധായകർ കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ് ഇറങ്ങിയ ശേഷം ആദ്യം റിലീസായ ബാലയ്യ സിനിമ ബോയ്പട്ടി ശ്രീനി സംവിധാനം ചെയ്ത അഖണ്ഡ എന്ന സിനിമയായിരുന്നു. 2020 ഒരു ഡിസംബർ മാസം റിലീസിന് വന്ന ഈ സിനിമ അതുവരെ ഉണ്ടായിരുന്ന ബാലയ്യ സിനിമകളിലെ ഏറ്റവും അധികം കളക്ഷൻ നേടിയ സിനിമയായി മാറി. ഇതും കൂടാതെ ബാലയ്യയുടെ കരിയറിൽ ആദ്യമായായിരുന്നു അദ്ദേഹം 150 കോടി കളക്ഷൻ നേടിയത്. ഒരു സീനിയർ നടനായിരുന്ന അദ്ദേഹത്തിന് വളരെ കാലത്തിന് ശേഷമായിരുന്നു അത്രയും മികച്ചൊരു കംബാക്ക് കിട്ടിയത്. ഈ സിനിമയിൽ ഒരുപാട് ലോജിക് ഇല്ലാത്ത സീനുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവയെല്ലാം കാണുന്ന പ്രേക്ഷകർക്ക് വളരെ എന്റർടൈനിങ് ആകുന്ന രീതിയിലായിരുന്നു ബാലയ്യ പ്രസന്റ് ചെയ്തത്. കോവിഡ് ഇടയ്ക്ക് തൊട്ട് മുന്നേ റിലീസായ സിനിമ റൂളർ എന്ന സിനിമയായിരുന്നു. തമിഴിലെ ഫേമസ് സംവിധായകനായ KS രവികുമാർ, അതായത് പടയപ്പയുടെ ഒക്കെ സംവിധായകനായ അതേ KS രവികുമാർ ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ഈ സിനിമയിൽ നന്ദമുരി ബാലകൃഷ്ണയുടെ നായികയായി വന്നത് വേദിക എന്ന നടിയായിരുന്നു. അതായത് നമ്മൾ ശൃംഗാരവേലിലൊക്കെ കണ്ടിട്ടുള്ള ആ സിനിമയിലെ നായിക. ശരിക്കും പറഞ്ഞാൽ ഒരു അച്ഛൻ മകൾ കോമ്പിനേഷനിൽ പോലും ഇവർ തമ്മിൽ നല്ല രീതിയിൽ വർക്കാവും. അങ്ങനെയുള്ള ഒരു നായികയോടൊപ്പം നായകനായി അഭിനയിച്ച് പിന്നീട് ഇപ്പോഴത്തെ കാലത്ത് അദ്ദേഹം ഇത്തരത്തിലുള്ള റോളുകളെ സെലക്ട് ചെയ്യാറില്ല. 2020 മുന്നേയുള്ള ബാലയ്യ സിനിമകൾ ഭൂരിഭാഗവും ഫാൻസിനെ അല്ലെങ്കിൽ അവിടെയുള്ള അദ്ദേഹത്തിന്റെ ഒരു സെപ്പറേറ്റ് ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുക എന്ന് മാത്രമായിരുന്നു വിചാരിക്കുന്നത്. എന്നാൽ ഇതിനുശേഷം പിന്നീട് വന്ന പല സിനിമകളിലും അദ്ദേഹം കഥാപാത്രത്തിനെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. അവയിൽ വലിയൊരു ഉദാഹരണമാണ് തൊട്ട് മുന്നത്തെ വർഷം റിലീസായ ഭഗവന്ത് കേസരി എന്ന സിനിമ. ഈ സിനിമ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സിനിമയിൽ സ്ത്രീലീലയ്ക്ക് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു വേഷമായിരുന്നു ബാലയ്യ ചെയ്തത്. ബാലയ്യയുടെ പണ്ടത്തെ കാല സിനിമകളിലൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ സ്ത്രീലീല അദ്ദേഹത്തിന്റെ നായികയായി പോലും വന്നേനെ. എന്നാൽ അവയിൽ നിന്നെല്ലാം വിട്ടുമാറി ഒരു യങ് ആക്ട്രസിന്റെ അച്ഛൻ വേഷത്തിൽ പോലും അദ്ദേഹം മികച്ച രീതിയിൽ വന്നു. ഈ സിനിമയുടെ ക്ലൈമാക്സ് പോർഷനുകളൊക്കെ കണ്ടാൽ പോലും നമുക്ക് മനസ്സിലാവും സ്ത്രീലീലയാണ് കൂടുതലായും മാസ് സീനുകൾ കാണിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോലും കോംപ്രമൈസ് ചെയ്യാൻ ബാലയ്യ മടി കാണിച്ചു. ഇതേ ഭഗവന്ത് കേസരി എന്ന സിനിമയിലും അത്യാവശ്യം അല്ലറ ക്രിഞ്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. ഈ സിനിമയിൽ ബാലയ്യയുടെ നായികയായി വന്നത് പോലും കാജൽ അഗർവാളായിരുന്നു. എന്നാലും ഇവരുടെ റൊമാൻസ് സീനുകൾക്കൊന്നും ആയിരുന്നില്ല സിനിമ പ്രാധാന്യം കൊടുത്തത്. സിനിമ വളരെയധികം കണ്ടന്റ് ഓറിയന്റഡ് ആയിരുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോൾ റിലീസായ ജാസു മഹാരാജ് എന്ന സിനിമയും ഫോക്കസ് ചെയ്യുന്നത്. ഈ സിനിമയിലും നന്ദമുരി ബാലകൃഷ്ണ, ബോബി ഡിയോ, റേഖ ജയ്സ്വാൾ, ഉർവശി റൌട്ടൽ തുടങ്ങി വലിയൊരു താരതമ്യമുണ്ട്. ഈ സിനിമയിൽ ആകെ കൂടി ട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സിറ്റുവേഷൻ ഡബിഡി എന്ന സോങ് റിലീസ് ചെയ്ത ആ ഒരു സിറ്റുവേഷൻ മാത്രമാണ്. അല്ലാതെ ഈ സിനിമ ഫുൾ ഫോക്കസ് ചെയ്യുന്നത് സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു നല്ല കണ്ടന്റ് മാത്രമാണ്. എന്നാൽ ഇതിനു മുന്നേയും ബാലയ്യ മികച്ച പെർഫോമൻസുകൾ തെലുങ്ക് ഓഡിയൻസിന് മുന്നിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. എന്നാൽ ആ സിനിമകളെല്ലാം പരാജയമായാണ് മാറിയത്. 2019 NT രാമറാമുവിന്റെ കഥ പറഞ്ഞ NTR കഥാനായകുടു NTR മഹാനായകുടു എന്ന മുഴുനീള സിനിമയിൽ മികച്ചൊരു പെർഫോമൻസ് തന്നെയാണ് ബാലയ്യ നടത്തിയത്. എന്നാൽ ആ സിനിമകളൊന്നും ബോക്സ് ഓഫീസിൽ വിജയമാവാത്തതായിരിക്കും ബാലയ്യയെ വീണ്ടും ആ സിനിമകൾ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഇതിനൊക്കെ മുന്നേ ശ്രീരാമരാജ്യം എന്ന സിനിമയിലും ഇതേപോലെ ബാലയ്യ മികച്ചൊരു വേഷത്തിൽ വന്നിട്ടുണ്ട്. ഈ സിനിമയിൽ അക്നേനി നാഗേശ്വര റാവു, ബാലകൃഷ്ണ, ശ്രീകാന്ത് തുടങ്ങി വലിയൊരു താരനിരയുമുണ്ട്. എന്നാലും ഈ സിനിമയിൽ സാക്ഷാൽ ശ്രീരാമനെ പോലും വളരെ
വളരെ മികച്ച രീതിയിൽ ബാലയെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ സിനിമകൾ ഒന്നും തന്നെ ബോക്സ് ഓഫീസിൽ വലിയ വിജയമായില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് റീസണുകൾ കാരണമായിരിക്കാം ഒരുപക്ഷെ ബാലയ്യ വീണ്ടും വീണ്ടും മാസ് സിനിമകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നത്. വർഷങ്ങൾക്ക് മുന്നേ രജനീകാന്തും ഇതേപോലെ മാസ് സിനിമകൾ ചെയ്യുന്ന കാലത്ത് ഇതേപോലുള്ള കണ്ടന്റഡ് ഓറിയന്റഡ് സിനിമകൾക്ക് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ആ സമയത്ത് ചെയ്ത അതുപോലുള്ള സിനിമകളെല്ലാം തന്നെ ബോക്സ് ഓഫീസിൽ പരാജയമായി മാറി. അങ്ങനെയുള്ള ഒരു പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കും ബാലയെയും വീണ്ടും വീണ്ടും മാസ് കൊമേഴ്ഷ്യൽ സിനിമകൾ മാത്രം ചെയ്ത് ശീലിച്ചത്. എന്തായാലും കോവിഡ് ഇടയ്ക്ക് ശേഷമുള്ള അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷനിൽ വലിയ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. അഖണ്ഡ, ഭഗവന്ത് കേസരി, ഡാക്കു മഹാരാജ്, ഇനി വരാനിരിക്കുന്ന അഖണ്ഡ 2 ഈ സിനിമകളെല്ലാം കൊമേഴ്ഷ്യൽ എലമെന്റ്സിന് പുറമെ നല്ലൊരു കണ്ടന്റ് ഓറിയന്റഡ് ആയ കഥാപാത്രത്തെയും ഇദ്ദേഹം ചെയ്തു വെക്കുന്നു. అపాయింట్మెంట్ లేకుండా వస్తే అకేషన్ చూడను లొకేషన్ చూడను భయపడుతున్నా టీఎన్ఏకే పోగరెక్కువ. ഇതുകൂടാതെ ഇപ്പോൾ റിലീസായ 4 സിനിമകളിലും അദ്ദേഹത്തിന്റെ പ്രായത്തിനൊത്ത വേഷവും ചെയ്തു പോകുന്നുണ്ട്. ഇവയിൽ അഖണ്ഡ എന്ന സിനിമയിൽ ഡബിൾ റോളും എന്ന ബാലയ്യ ഒന്ന് ഒരു യങ് ക്യാരക്ടർ, മറ്റൊന്ന് അദ്ദേഹത്തിന്റെ സഹോദരനായ ക്യാരക്ടർ വളരെയേറെ സ്വാഗുള്ള ഒരു ക്യാരക്ടറിനെയും പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ വീരസിംഹ റെഡ്ഡി എന്ന സിനിമയിൽ ഒരു മകൻ റോളിൽ അദ്ദേഹം വരുന്നുണ്ട് എന്ന സത്യമാണെങ്കിൽ പോലും ഈ സിനിമയിൽ അതേപോലെ തന്നെ ഒരു അച്ഛൻ കഥാപാത്രത്തിൽ വരുമ്പോൾ ഏകദേശം നമുക്ക് ആ രാവണപ്രഭു കണ്ടു മറന്നതുപോലുള്ള ഒരു അച്ഛൻ കഥാപാത്രത്തെ ഓർമ്മ വരും. കാരണം അത്രത്തോളം സ്റ്റൈലിഷ് സ്വാഗം ഇദ്ദേഹത്തിന് പ്രസന്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ സിനിമയിലെ ചില സീനുകളൊക്കെ കണ്ടാൽ തന്നെ ഒരു ആക്ടറായ ബാലകൃഷ്ണനെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. ഇതുകൂടാതെ തന്നെ പിന്നീട് വന്ന ഭഗവന്ത് കേസരി എന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ ഒരു ടിപ്പിക്കൽ മസാല സിനിമ ആയിരുന്നില്ല. സിനിമയിലെ പല സീനുകളിലും അദ്ദേഹത്തിനെ ആ നടനെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ സംവിധായകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ఎత్తిన చెయ్యమందో తెలియాలి, లేచిన నోరెమందో తెలియాలి, మిమ్మల్ని పంపిన కోడికెవడో తెలియాలి. അതേപോലെ തന്നെയാണ് ഇപ്പോൾ റിലീസായ ഡാക്കു മഹാരാജ് എന്ന സിനിമ. ഈ സിനിമയിൽ പല പല സീനുകളിലും ഇദ്ദേഹത്തിന്റെ ആക്ടർ എത്രത്തോളം മികച്ചതായിരുന്നു എന്ന് വീണ്ടും വീണ്ടും കാണിച്ചു തരുന്നുണ്ട്. എന്തായാലും ബാലയ്യ ചെയ്ത ഈ ഒരു ചേഞ്ച് പോലെ ഇനിയും മാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ കരിയറിൽ ഉണ്ടായിരിക്കും. ബാലയ്യയുടെ കരിയറിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് സിനിമ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഈ പേജ് ചാനൽ ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ. ബൈ.